പാലക്കാട് മണ്ണാർക്കാട് ഒരു ദൃശ്യം പുറത്തു വന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടാണ്. അതായത് മണ്ണാർക്കാടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോറ്റതിന് ശേഷം BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ പോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഓക്കെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. കണ്ടില്ലേ, ഇത് ആരുടെ വീഴ്ചയാണ്? നേതൃത്വം ഇതൊക്കെ വളരെ ഗൗരവതരമായി കാണേണ്ട വിഷയമാണ്. കാര്യം സ്ഥാനാർത്ഥിയാക്കുന്ന വ്യക്തികളുടെ ക്വാളിറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്ന പ്രവർത്തികൾ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ കാലത്തും പാർട്ടിക്കെതിരെ പ്രചരിപ്പിക്കാനുള്ള ചില ദൃശ്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനും BJPയുടെ രാഷ്ട്രീയ ആശയത്തോട് ശക്തമായ വിയോജിപ്പില്ലാതെ അവരുടെ ആഘോഷ പരിപാടികളിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്ന വ്യക്തികളെ തപ്പിക്കൊണ്ടുവന്ന ആ നേതൃത്വം ഉണ്ടല്ലോ മണ്ണാർക്കാടുള്ള, അവരെയൊക്കെ ആദ്യമേ വേറെ വല്ല പണിക്കും പറഞ്ഞു കൊണ്ടുവന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതിന് സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ സ്വാതന്ത്ര്യമൊന്നും ഹരിക്കുന്നില്ല. പക്ഷേ ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് കേൾക്കാനിടയായി. ഇന്നലെ ഞാൻ BJPയുടെ സ്നേഹശേഷിയുടെ അവരുടെ 6ാം വാർഡിലാണ് വാർഡിലാണ് നിന്നാണ് മത്സരിച്ചിരുന്നത്. അതിൻ്റെ ജയത്തിൽ ഞാൻ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ്. അല്ലാതെ എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ടോ പാർട്ടിയെ എതിരായിക്കൊണ്ടോ അല്ല പോയത്. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ നിൽക്കുന്നത്. ഭർത്താവും കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിൽ ഞാൻ ഉറച്ച നിലപാടിൽ തന്നെ കണ്ടല്ലോ, ഞാൻ പാർട്ടിക്കാരി തന്നെ, പക്ഷെ കൂടെ പരിചയമുള്ള വ്യക്തി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോയി, ഡാൻസ് ചെയ്യാൻ പോയി. തൃപ്തികരമാണ്? ഒരു സംശയവും വേണ്ട. ഇത്തരം ആൾക്കാരെയാണ് ഒപ്പം നിർത്താനായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ നേതാക്കന്മാരെ കൂടി എടുത്ത് പുറത്ത് കളയേണ്ടതുണ്ട്. കാര്യം ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ആരെങ്കിലുമൊക്കെ വെട്ടിയിട്ടായിരിക്കും ഇതുപോലുള്ളതിനെയൊക്കെ പിടിച്ച് കൊടുത്തിട്ടുണ്ടാവുക. ചില നേതാക്കന്മാർക്കൊക്കെ ചില കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ആരാണ്? ഇതുണ്ടാക്കുന്ന ഡാമേജ് ആരെയാണ് ബാധിക്കുന്നത്? പാർട്ടിയാണ് ബാധിക്കുന്നത്. ഇത്തരം സംഭവവികാസങ്ങളിലൂടെ പാർട്ടിക്ക് എല്ലാ കാലത്തും ആ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ചില ഉദാഹരണങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആശയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരെന്ന് പറയേണ്ടി വരികയാണ്. അധികാരത്തിൽ തുടരുന്ന പാർട്ടിയിൽ സ്വന്തം നിലനിൽപ്പിനോ സ്വന്തം ആവശ്യങ്ങൾക്കോ ഒരു ഇടത്താവളമായി കാണുന്ന ഇതുപോലുള്ള ചില നേതാക്കന്മാരെയൊക്കെ ആ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ എടുത്ത് പുറത്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഇവരെ പോലുള്ളവരാണ് ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നവരുടെ കൂടെ ചേരുന്നതും. അതുകൊണ്ടാണല്ലോ ഈ മനോഭാവക്കാരെ എടുത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നേതൃത്വം കാണേണ്ടത്. ഇത്തരക്കാരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് പാർട്ടിക്കകത്ത് ഗോഡ് ഫാദർ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവരെയൊക്കെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടിക്കും അല്ലെങ്കിൽ സംഘടനയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുമ്പോൾ അതൊരു പ്രശ്നമല്ല. സംഘപരിവാറുകാർ ചേച്ചി എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ ആഘോഷത്തിൽ പോയി എന്നൊക്കെ പറയുന്നിടത്ത് എത്ര രാഷ്ട്രീയ ബോധമുണ്ട്? നാളെ ഇത് വിട്ട് അപ്പുറത്തേക്ക് പോകാൻ എന്ത് മടി ഉണ്ടാകും? ഒരു മടി ഉണ്ടാകില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടി നിർത്തിയോ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തൽപര കക്ഷിയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം രാഷ്ട്രീയ ബോധമുള്ള, സംഘടനാ സ്നേഹമുള്ള, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരെയൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്. അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. അത് നാടുനീളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന വലിയ ഡാമേജും അവർക്ക് സംഘി ചാപ്പ കുത്താനുള്ള ശത്രുപാളയത്തിലെ ശ്രമങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഇത്തരം പ്രവൃത്തിയിലൂടെ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് അവരെ കൂടി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.